ഹലോ ഗായ്സ്, ഞാനപ്പം UAE നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാനായിട്ട് 3 മണിക്കൂർ അല്ല 3.5 മണിക്കൂർ ലേറ്റാക്കി ഇവന്മാർ വന്നതാണ്. ഞാൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോൾ വിളിച്ചപ്പോൾ ഇവന്മാർ എന്നോട് പറയുന്നത് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുവാണെന്ന് പറയുന്നത്. എന്നിട്ട് ആലപ്പുഴയിൽ നിന്ന് കൊച്ചി വരെ ഓടി അത്രയും വരേണ്ട സമയം ഞാൻ കട്ട പോസ്റ്റായിരുന്നു. ലാസ്റ്റ് എന്താ സെക്യൂരിറ്റിയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവന്മാരെല്ലാവരും പോയി. എന്താ പറയാ, എന്നിട്ട് ഒരു ഓക്കെ. അപ്പോൾ നമ്മളെന്താ പറയാ, അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കുറേ നാൾ ഗൾഫിൽ നിന്നല്ലേ. അപ്പം മരുഭൂമി കണ്ടും മടുത്ത് മലയും പച്ചപ്പും മഴയും ഒക്കെ ആസ്വദിക്കാനായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് നേരെ അതിരപ്പള്ളിക്ക് വിടാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചങ്ക് അനിൽ, ഷാഫി, പ്രണവ്, അപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിലോട്ട് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ അതിരപ്പള്ളിയിൽ ചെന്നിട്ട് കാണാം. നമ്മൾ അതിരപ്പള്ളി വാഴച്ചാൽ അങ്ങോട്ട് പോവാണ്. നമ്മുടെ കൂട്ടുകാരന് ഇൻ്റർവ്യൂ ഉണ്ട് മറ്റന്നാൾ. പക്ഷെ അവൻ മഴയൊക്കെ കൊണ്ട് സഹിച്ചു വരുവാണ്. എങ്ങനെയുണ്ടേ അല്ലേ? ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്. അപ്പം അതിരപ്പള്ളിയുടെ വേറൊരു ഭംഗിയാണ്. കാരണം അതിരപ്പള്ളി മുഴുവൻ നമ്മുടെ ചാലക്കുടിപ്പുഴ കര കവിഞ്ഞൊഴുകുന്ന സമയമാണ്. ഇപ്പം ജൂലൈ അല്ല, ആഗസ്റ്റാണ്. ആഗസ്റ്റ് 17-ാം തീയതിയാണ്. അപ്പോൾ ആ സമയത്ത് അതിരപ്പള്ളിയുടെ ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിരപ്പള്ളി ഈ ഒരു അവസ്ഥയിലാണ്. നമുക്ക് സാധാരണ നമുക്ക് അതിരപ്പള്ളിയുടെ ഒരു വ്യൂ താഴത്തുനിന്ന് കാണാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇതിൽ നമുക്ക് ഇറങ്ങി പോകണ്ടേ. പക്ഷേ ഇത്രയും വെള്ളം ആയതുകൊണ്ട് ഈ എൻട്രി അടച്ചിരിക്കുകയാണില്ല. കാരണം ഇത്രയും വെള്ളം ഉള്ള സമയത്ത് നമുക്ക് ഈ എൻട്രിയിലോട്ട് അലൗഡ് അല്ല. അപ്പോൾ സ്ലിപ്പറിയാണ്, പക്ഷെ നല്ലൊരു വ്യൂ ആണ്. കാരണം ഇന്നലെ തമിഴ്നാട്ടിൽ അവധിയും കൂടെ ആയതുകൊണ്ട് ഞാൻ ഓഗസ്റ്റ് 15 കൂടെ ആയതുകൊണ്ട് നല്ല ആൾക്കാരുണ്ട്. വ്യൂ ഇത് നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണാം. പക്ഷേ ഇത്രയും വെള്ളമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അലൗഡ് അല്ല. നല്ല മഴയായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. എന്താ പറയുക, അതിരപ്പള്ളി അതിൻ്റെ മുഴുവൻ ശക്തിയും ആർജിച്ചൊഴുകുന്നൊരു സമയമാണ്. എന്താ പറയുക, കര കവിഞ്ഞൊഴുകുക അല്ലെങ്കിൽ നിറഞ്ഞൊഴുകുക. അതാണ് അതിരപ്പള്ളി. ഭയങ്കര മനോഹരമാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട്. അതിരപ്പള്ളിയിൽ നമ്മൾ നേരെ വാഴച്ചാലിലോട്ടാണ് പോയത്. അവിടെ നമുക്ക് അതിരപ്പള്ളിയുടെ അതേ എൻട്രി ടിക്കറ്റ് വെച്ച് തന്നെ നമുക്ക് കയറാൻ പറ്റും. നമുക്ക് പ്രത്യേകം എൻട്രി ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഫുള്ള് നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. എന്താ പറയുക, നിറഞ്ഞൊഴുകുമായിരുന്നു വാഴച്ചാൽ വാട്ടർഫാൾ. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല ഇതുവരെ.